ലോക ജനത മുഴുവനും അശ്രദ്ധ വെക്കുന്ന സമയത്ത് ഖുർആൻ ഓതുകയും നിസ്കരിക്കുകയും ചെയ്യണേ. എല്ലാവരും അശ്രദ്ധരാകുന്ന സമയം, ആ സമയത്തുള്ള ഖുർആനോത്ത് വലുതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രാത്രിയിലുള്ള ഖുർആനോത്തിന് ഭയങ്കര ഫലമാണ്. രാത്രിയിൽ ഇശാ കഴിഞ്ഞിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, ഒരു പേജെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഖുർആനോത്. അങ്ങനെ ഒരു ശീലം ഉണ്ടായിക്കട്ടെ. നമ്മുടെയൊക്കെ അടുത്ത് ഖുർആനല്ല ഉള്ളത്, എല്ലാവരുടെയും അടുത്ത് മൊബൈൽ ഫോണാണ്. അതിന്റെ റേഡിയേഷൻ തന്നെ മതി മാരകമാകുന്ന അസുഖങ്ങൾ വരാൻ. അല്ലാഹു നമ്മളൊക്കെ ആക്കട്ടെ. ഉറങ്ങുന്ന സമയത്ത് മൊബൈൽ എടുത്തു വെക്കരുത്. പണ്ടത്തെ അലാറം സിസ്റ്റം തന്നെ കൊണ്ടുവരും. എഴുന്നേക്കാൻ പഴയ അലാറം വാങ്ങാൻ കിട്ടും. മൊബൈലിൽ അലാറം വെച്ചിട്ട് അടുത്ത് വെച്ച് ഉറങ്ങുന്ന ഒരു ശീലം ഇന്നത്തെ തലമുറയിലുണ്ട്. മാരകമായ രോഗങ്ങൾക്ക് കാരണമാണ്. അള്ളാഹു പരിപൂർണമായ ശിഫാ നൽകുമാറാവട്ടെ. ഒരുപാട് ക്യാൻസർ രോഗികളാണ് കാസർഗോഡ് ജില്ലയിൽ. എത്ര ആളുകളാണ് സുബ്ഹാനല്ലാഹ്, പല വിധത്തിലുമുള്ള ക്യാൻസർ. അള്ളാഹു പരിപൂർണ ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. അതറിയണമെങ്കിൽ ക്യാൻസർ രോഗികളും കിഡ്നി രോഗികളുടെയും എണ്ണം വല്ലാതെ വർദ്ധിക്കുക. അറിയണമെങ്കിൽ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിന്നാൽ മതി. ഇഷ്ടം പോലെ കുടുംബങ്ങളാണ്. എങ്ങോട്ട് പോവാ? ലക്ഷോർ വരെ പോവാ. എവിടെ ലക്ഷോർ? എറണാകുളം. ഇല്ലെങ്കിൽ ആസ്തറിൽ പോവാണ് എറണാകുളത്തേക്ക്, ഇല്ലെങ്കിൽ മംഗലാപുരത്ത് പോവാണ്. അപ്പുറം നിപ്പുണ്ട് ഇപ്പുറം നിപ്പുണ്ട്, രണ്ട് സൈഡിലും ആളുണ്ട്. എല്ലാം ഹോസ്പിറ്റലാണ്, വേറെ ഒന്നുമില്ല. അതാണ് അവസ്ഥ. എല്ലാവരും നിത്യരോഗികളായി മാറി. അള്ളാഹു പരിപൂർണ ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല ഭക്ഷണം കഴിക്കും, നല്ലതുപോലെ വെള്ളവും കുടിക്കും. വെള്ളം കുടിക്കുന്നവരൊക്കെ വളരെ കുറവാണ്. 20 കിലോ ഭാരമുള്ളവൻ, വെയിറ്റ് ഉള്ളവൻ 1 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം. 40 ഉള്ളവൻ 2 ലിറ്റർ, 60 ഉള്ളവൻ 3 ലിറ്റർ, 80 കിലോ ഉള്ളവൻ എത്ര കുടിക്കണം? 4 ലിറ്റർ വെള്ളം. ആരാ കുടിക്കുന്നത്? ഒരു ഗ്ലാസ് പോലെ തികച്ചു കുടിക്കാത്ത ആളുകളുണ്ട്. പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകളൊക്കെ ശ്രദ്ധിക്കാൻ. അള്ളാഹു നമുക്ക് ആരോഗ്യം ശ്രദ്ധിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആരോഗ്യമില്ല, എല്ലാം പോയി. സ്കരിക്കാനും താക്കത്തുണ്ടാവൂല, ഖുർആൻ ഓതാനും ആരോഗ്യമില്ല, എപ്പോഴും ക്ഷീണാണ്. എപ്പോഴും കടന്നാൽ മതി, ഒരു കിടക്ക വിരിച്ചു കൊടുത്താൽ അപ്പോൾ ഉറങ്ങും. അങ്ങനത്തെ ഒരു ആരോഗ്യസ്ഥിതിയാണ് എല്ലാവർക്കും. ക്ഷീണം തന്നെ. ഒരു 10 മിനിറ്റ് നമ്മൾ ഇരിക്കൂല, അപ്പോഴേ ഉറങ്ങാൻ. എപ്പോഴും ഒരു ക്ഷീണം. എന്താ കാരണം? ആരോഗ്യം കറക്റ്റല്ല, ബ്ലഡിന്റെ സർക്കുലേഷൻ കറക്റ്റല്ല. അള്ളാഹു നമുക്കൊക്കെ ശരീരത്തിന് സിഹത്ത് നൽകുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? നല്ലതുപോലെ വെള്ളം കുടിക്കണം. 80 ലിറ്റർ ശരീരഭാരമുള്ള 80 കിലോ ഉള്ള ഒരു വ്യക്തി 4 ലിറ്റർ വെള്ളം കുടിച്ചില്ല. അങ്ങനെ നിങ്ങൾ കുടിച്ചു നോക്കിയാൽ നല്ല റാഹത്തുണ്ടാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വെള്ളം കുടിച്ചാൽ വയറ് വീർക്കൊന്നും ഒരിക്കലും ഇല്ല, അതൊക്കെ വെറുതെ തോന്നലാണ്. ഇപ്പൊ കുടിക്കാൻ ഇഷ്ടം പോലെ വെള്ളം ഉണ്ട്, അതുകൊണ്ട് കുടിക്കും. നമ്മുടെ ആരോഗ്യം നമ്മൾ നിലനിർത്തണ്ടേ? നബി തങ്ങളോട് ചോദിച്ചല്ലോ, ഈ ലോകത്തെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ദുആ ഏതാണ്? നബി തങ്ങൾ കൊടുത്ത മറുപടി സലിൽ അഫ്വ വൽ ആഫിയ, നിന്റെ ശരീരത്തിന്റെ സുഖവും സൗഖ്യവും ചോദിക്കണേ. നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ആരും ചോദിക്കാത്തതും അത് തന്നെയാണ്. ഇന്ന് വരെ ദുആ ഇരുന്നിട്ട് അള്ളാഹു എനിക്ക് നല്ല ആരോഗ്യം തരണേ അള്ളാഹുവേ, ശരീരത്തിന് സിഹത്ത് തരണേ അള്ളാഹുവേ. നമ്മൾ നമ്മുടെ കാര്യം ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ വാപ്പാ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ജനങ്ങൾ അശ്രദ്ധമാകുന്ന സമയവും സന്ദർഭവുമാണ് സുബഹിയും അസറും. ഈ 2 ജമാഅത്തിനും മറ്റു ജമാഅത്തുകളെക്കാൾ പുണ്യം നബി മുഹമ്മദ് മുസ്തഫ. ഏതൊക്കെ? ഒന്ന് സുബഹി, മറ്റൊന്ന് അസർ. സുബഹിക്കും നല്ല ഉറക്കമാണ്, അസറിന് നല്ല ഉറക്കാണ്. ഞായറാഴ്ച ദിവസം കല്യാണമൊക്കെ കഴിഞ്ഞ് കാനൂത്തൊക്കെ കഴിഞ്ഞ് നല്ല ഫുഡൊക്കെ അടിച്ച് കുഴിമന്തി കഴിച്ച് പിന്നെ ആള് നല്ല കുഴിവെട്ടി കിടക്കുകയാണ്. അസറിന് ജമാഅത്തിനില്ല. ജമാഅത്തിനുണ്ടോ? ജമാഅത്തിനില്ല. നിസ്കരിക്കും, പിന്നെ എഴുന്നേറ്റ് വെക്കാൻ 5:45 ആകുമ്പോൾ നിസ്കരിക്കുന്നവൻ. മഗ്‌രിബിന് ഭയങ്കരമായിട്ട് പള്ളിയിൽ പോകും. എല്ലാവരും മഗ്‌രിബിന് ഭയങ്കര സംഭവമാണ്. നബി തങ്ങൾ പറഞ്ഞു, സുബഹിയും അസറും ഈ 2 നിസ്കാരത്തിന്റെ മഹത്വം അറിഞ്ഞെങ്കിൽ മുട്ടിലെഴഞ്ഞിട്ടാണെങ്കിലും ആ നിസ്കാരത്തിൽ അവൻ വന്നേനെ, അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയിരുന്നെങ്കിലെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
അപ്പൊ ജനങ്ങൾ അശ്രദ്ധ വെക്കുന്ന നിസ്കാരമാണ് അസ്ർ നിസ്കാരവും, അതുപോലെ തന്നെ പവിത്രമാക്കപ്പെട്ടതായ സുബഹിയും. ശരിക്കും ശ്രദ്ധിക്കണം. അശ്രദ്ധ വെക്കുന്ന നിസ്കാരം ശരിക്കും ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാൽ വലിയ കൂലി. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് വീണ്ടും പറയുകയാണ്, പരിശുദ്ധ മാസത്തിൽ ഞാൻ വീണ്ടും നോമ്പനുഷ്ഠിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? വഫീഹി തുർഫഉൽ അമാലു ഇലാ റബ്ബിൽ ആലമീൻ വഹുവ ശഹ്റുൻ തുർഫഉൽ അമാലു ഇലാ റബ്ബിൽ ആലമീൻ. ഇതൊരു മാസമാണ് സഹാബ. അല്ലാഹുവിലേക്ക് അവൻ അമലുകളെ ഉയർത്തപ്പെടുന്നതായ മാസമാണ്. ഫഉഹിബ്ബു അൻ നുർഫഅ അമലി വഅന സായിമുൻ. നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. എന്തുകൊണ്ടാണ് നബിയെ ശഅബാൻ മാസത്തിൽ നോമ്പ് അധികമായി പിടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമതായി പറഞ്ഞ കാരണം അതാണ്. വഹുവ ശഹ്റുൻ തുർഫഉൽ അമാലു ഇലാ റബ്ബിൽ ആലമീൻ. ഇതൊരു മാസമാണ് സഹാബ, അല്ലാഹുവിങ്കലേക്ക് അമലുകളെ ഉയർത്തപ്പെടുന്നതായ മാസമാണ്. ഞാൻ എൻ്റെ അമലുകളെ നോമ്പുകാരനായി റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്നതിനെ ആശിക്കുന്നു എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. എന്താ ശരിക്കും ശ്രദ്ധിക്കണേ, അമലുകളെ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതായ മാസമാണ്. നമ്മൾ ചെയ്യുന്ന അമലുകളെ 3 സമയങ്ങളിലായിട്ട് ഉയർത്തും. ശരിക്കും ശ്രദ്ധിക്കണേ, നന്മയാകട്ടെ തിന്മയാകട്ടെ എല്ലാ ദിവസവും ഉയർത്തും. എപ്പോഴൊക്കെയാണ്? സുബഹിക്ക് ശേഷവും അസറിന് ശേഷവും. ശരിക്കും ശ്രദ്ധിക്കുക, നമ്മൾ ചെയ്യുന്ന നന്മയാവട്ടെ തിന്മയാവട്ടെ എല്ലാ ദിവസവും അല്ലാഹു ഉയർത്തും. ദിവസവും ഉയർത്തും, ആഴ്ചയിൽ ഉയർത്തും, വർഷത്തിൽ ഉയർത്തും. 3 രീതിയിലാണ് അമലുകളെ ഉയർത്തുക, നന്മയും തിന്മയും. ശരിക്കും പഠിക്കണം, ഇത് ബേസിക്കാണ്, അടിസ്ഥാനമായി പഠിക്കേണ്ട വിഷയമാണ്. അതിൽ നമ്മുടെ നന്മകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിവസവും ഉയർത്തുന്ന സമയമാണ് സുബഹിക്ക് ശേഷവും അസറിന് ശേഷവും. 2 സമയത്തായിട്ട് ഉയർത്തും. ഹദീസുണ്ട്, പറയാം. قال رسول الله صلى الله عليه وسلم, നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, യതആഖബൂന ഫീകും മലായികതും ബില്ലൈൽ വമലായികതും ബിന്നഹാർ يجتمعون في صلاة العصر وفي صلاة الصبح ثم يعرجون إلى الله فيقول الله تبارك وتعالى كيف تركتم عبادي فيقولون أتيناهم وهم يصلون وتركناهم وهم يصلون يا الله. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, യതആഖബൂന ഫീകും മലായികതും ബില്ലൈൽ വമലായികതും ബിന്നഹാർ. 2 രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദിവസത്തിൽ അമലുകളെ ഉയർത്തുക. മലായികത്തും ബില്ലൈൽ മലായികത്തും ബിന്നഹാർ. പകലിലുള്ളതായ മലക്കുകളും രാത്രിയിലുള്ള മലക്കുകളും നിങ്ങളുടെ അടുക്കൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. യജ്തമിഊന ഫീ സ്വലാത്തി സുബ്ഹി വഫീ സ്വലാത്തിൽ അസ്രി. പകലിലുള്ള മലക്കുകൾ അസറിനും സുബഹിക്കും വരുന്നതായ മലക്കുകൾ രാത്രിയിലും കണ്ടുമുട്ടുമത്രേ. അവർ വന്നുകൊണ്ട് നമസ്കാരങ്ങൾ പൂർത്തീകരിച്ച് വളരെ പുണ്യമുള്ളതാണ് വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ കറുത്ത വരികളിലേക്ക് നോക്കിയിരിക്കൽ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ അതൊക്കെ നഷ്ടപ്പെടുകയാണ് ഈ കാണാതുള്ള ഓത്തോടുകൂടി. ഖുർആൻ നോക്കി തന്നെ ഓതൻ വലിയ കൂലിയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ.
അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ അത് ശ്രദ്ധ വെക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, യതറാഅ അഹ്ലുസ് സമാഇ അൽ ബൈത്തല്ലദീ യുത്ലാ ഫീഹാ അൽ ഖുർആൻ കമാ യതറാഅ അഹ്ലുൽ അർളി അൻ-നുജൂമ ഫിസ്-സമാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യതറാഅ അഹ്ലുസ് സമാഇ അൽ ബൈത്തല്ലദീ യുത്ലാ ഫീഹൽ ഖുർആൻ. ആകാശ ലോകത്തുള്ള അല്ലാഹുവിന്റെ സർവ്വ മലക്കുകളും ഭൂമിയിൽ വിശുദ്ധമായ ഖുർആൻ വീടിനകത്തളത്തിൽ ഓതുന്നതായ വ്യക്തിയെ കുറിച്ച് അന്തസ്സ് നടിക്കുമേ. വീട്ടിലിരുന്നു കൊണ്ട് ഖുർആൻ ഓതുന്നത് കണ്ടിട്ട് ആകാശലോകത്തുള്ള മലക്കുകൾ അന്തസ്സ് വെക്കുമത്രേ. ആകാശത്തുള്ള മലക്കുകൾ മുഴുവനും നിന്റെ അമലുകളെ നോക്കിക്കാണുകയാണ്. ഏതുപോലെ കമാ യതറാഅ അഹ്ലുൽ അർളി അൻ-നുജൂമ ഫിസ്-സമാ. ഭൂമിയിലുള്ള ജനങ്ങൾ ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന അനന്തകോടി നക്ഷത്ര താരകങ്ങളെ ഈ ഭൂമിയിലിരുന്നു കൊണ്ട് നീ കാണുന്നില്ലേ? അതേപോലെ ആകാശത്തുള്ള സർവരും ഭൂമിയിൽ വീടിന്റെ അകത്തളത്തിലിരുന്നു ഖുർആൻ ഓതുന്നവരെ നോക്കിക്കാണും. അവർക്ക് കാരുണ്യം ചൊരിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വീട്ടിലിരുന്നുകൊണ്ട് ഓതണം, അശ്രദ്ധരാകാൻ പാടില്ല. ശഅബാൻ മാസത്തിന് ഒരു പേരുണ്ട്, എന്ത്? ഷഹ്റുൽ ഖിറാഅ എന്നുകൂടി ഒരു പേരുണ്ട്. പാരായണത്തിന്റെ മാസം. ഏതാ പാരായണത്തിന്റെ മാസം? ഖുർആൻ ഓതുന്ന മാസം. റമളാനി മാത്രമല്ല, ശഅബാനിന് അങ്ങനെ ഒരു പേര് കൂടിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓത്ത് ഇപ്പൊ തുടങ്ങണമെന്ന് അർത്ഥം. ഇപ്പൊ തുടങ്ങണം. ഖുർആൻ ഖത്മൊക്കെ ഇന്നാണ് തുടങ്ങേണ്ടത്. ആരാ ഇവിടെ തുടങ്ങിയത്? യാസീൻ പോലും ഓതലില്ല. അങ്ങനത്തെ കൗമിനോടാണ് ഖത്മ തുടങ്ങാൻ പറയുന്നത്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഖത്മ തുടങ്ങി വെക്കേണ്ട സമയമായി. ഇപ്പോൾ തന്നെ തുടങ്ങി വെക്കണം. ഈ മാസത്തിൽ തന്നെ തുടങ്ങണം. ഷഹ്റുൽ ഖിറാഅ, വിശുദ്ധമായ ശഅബാനിന്റെ മറ്റൊരു പേരാണത്. ഖുർആൻ പാരായണത്തിന്റെ മാസം. ജനങ്ങളെ അശ്രദ്ധ പതിപ്പിക്കുന്നതായ ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ അശ്രദ്ധ വെക്കുന്ന ഒരു അമലാണ് ഖുർആൻ ഓത്ത്. അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമൊരുമായ മാസം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പരിശുദ്ധമാക്കപ്പെട്ടതായ ഖുർആൻ ഞാൻ വീട്ടിലിരുന്നു കൊണ്ട് പാരായണം ചെയ്യുകയാണ്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്തുകൊണ്ട് നിലകൊള്ളുമ്പോ അതാ എന്റെ തൊട്ടടുത്ത് കെട്ടിയിട്ടിരിക്കുന്നതായ ആലയിൽ നിന്ന് കുതിര ശക്തിയായി 2 കാലുകൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായി കരയുകയാണ്. ഞാൻ പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്. യാ ബനീ ഇസ്രായീല ദുഖുറൂ നിഅമതിയല്ലതി അൻഅംതു അലൈക്കും വഅന്നീ ഫളൽതുകും അലൽ ആലമീൻ. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ മനോഹരമായ ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് നിലകൊള്ളുമ്പോ, എന്റെ വീട്ടിലിരുന്നു കൊണ്ട് ഖുർആൻ ഓതുമ്പോ അതാ കുതിര അതിന്റെ ആലയിലിരുന്നു കൊണ്ട് 2 കാലുകൾ കുളമ്പടികൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അതിശക്തമായി ശബ്ദിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ ഖുർആൻ അടച്ചു വെച്ചു. ഓതല് പൂർത്തിയാക്കി വേഗം തന്നെ ഞാൻ കുതിരയുടെ അടുക്കലേക്ക് ചെന്നു. കുതിരയെ സമാധാനിപ്പിച്ചു. അപ്പോൾ കുതിര 2 കാലുകളും നിലത്തേക്ക് വന്നുകൊണ്ടിട്ടുണ്ട്. ഞാൻ അടുത്ത് വന്നപ്പോ അതിന്റെ കുളമ്പടിയൊക്കെ നിലത്ത് വെച്ച് സ്റ്റേണായിട്ട് നിൽപ്പുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഞാൻ വീണ്ടും വന്നു. പരിശുദ്ധമായ ഖുർആൻ തുറന്നു. ബാക്കി ഓതുകയാണ്. സൂറത്തുൽ ബഖറയുടെ ബാക്കിയുള്ള ആയത്തുകൾ ഓതാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് 2 പേജ് കൂടി ഓതി തീർക്കുമ്പോ വീണ്ടും അതാ കുതിര അതിന്റെ ആലയിൽ നിന്നുകൊണ്ട് അതിശക്തമായ നിലയിൽ 2 കാലുകളും ഉയർത്തിക്കൊണ്ട് ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് എന്തെന്നില്ലാതെ ശബ്ദിക്കുകയാണ്. ഞാൻ വീണ്ടും അതാ ഓതൽ നിർത്തിയിട്ട് കുതിരയുടെ അടുക്കലേക്ക് വന്ന് അതിനെ ആശ്വസിപ്പിക്കുന്നു. കുതിര കാല് താഴ്ത്തിയിടുന്നു. അപ്പോൾ വീണ്ടും ഇതാ കുതിര അതിന്റെ ആലയിലിരുന്നു കൊണ്ട് വീണ്ടും അതിശക്തമായ നിലയിൽ ആകാശത്തേക്ക് കാലുയർത്തിയിട്ട് അതിശക്തമായ നിലയിൽ അടുത്തുപോയി നിൽപ്പുണ്ട്. അത് കാലിങ്ങനെ പൊക്കി നിൽക്കുന്നത് കണ്ടിട്ട് എന്റെ മോനതിന്റെ താഴത്ത് തന്നെ വന്ന് നോക്കി നിൽക്കുക. കുതിര
കാലും ഫ്രണ്ടിലത്തെ 2 കാലും പൊക്കി. കാരണം ഇതിന്റെ കുളമ്പടി കൊണ്ടാൽ മതിയല്ലോ, കൊച്ചു കുട്ടികൾക്ക് ഒരു ഒറ്റ തട്ട് കിട്ടിയാൽ മതി. അപ്പൊ ഞാൻ ആ കുഞ്ഞിനെ ഭയന്നിട്ട് പെട്ടെന്ന് ഓത്ത് നിർത്തിയിട്ട് ഓടിച്ചെന്ന് മോനെ പോയി ഇങ്ങെടുത്തു. ഉസൈദ് ബിൻ ഹുളൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് ഈ സംഭവമല്ല, സുബഹിക്ക് ഞാനിതാ പരിശുദ്ധ പ്രവാചകന്റെ തിരുഹളറത്തിലേക്ക് മദീനയിലേക്ക് ചെല്ലുകയാണ്. നിസ്കാരം കഴിഞ്ഞപ്പോൾ നബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ ഇന്നത്തെ രാത്രിയിൽ ഇശാ കഴിഞ്ഞ് ഞാൻ വീട്ടിലിരുന്നു കൊണ്ട് പാരായണം ചെയ്തപ്പോ ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് എന്റെ കുതിര 2 കാലുകൾ അതിന്റെ കുളമ്പുകൾ മുകളിലേക്ക് ഉയർത്തി അതിശക്തമായി 3 പ്രാവശ്യം ശബ്ദിക്കുകയും മകൻ വന്നുകൊണ്ട് കുളമ്പിന്റെ താഴ്ഭാഗത്ത് നിൽക്കുന്നപ്പോ എന്റെ മകനെ ഉപദ്രവിക്കുമോ എന്ന് ഭയന്നുകൊണ്ട് ഓതല് ഞാൻ നിർത്തുകയും ചെയ്തു. ആകാശത്തേക്ക് ഞാൻ നോക്കുമ്പോ വെളുത്ത നിറത്തിലുള്ള ഒരു സ്തൂപമതാ എന്റെ വീടിന്റെ മുകൾ ഭാഗത്തേക്ക് ദർശിക്കാൻ സാധ്യമായി. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഉസൈദേ, ഉസൈദേ, നീ എന്താണ് ഖുർആനോത്ത് നിർത്തിക്കളഞ്ഞത്? നീ അങ്ങാടം ഇന്നലത്തെ രാത്രിയിൽ പരിശുദ്ധമായ ഖുർആൻ ഓതി അങ്ങനെ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ സുബഹിയുടെ സമയത്തിന് മുമ്പായി നിന്റെ വീട്ടിലേക്ക് ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരുന്നത് ഈ സമൂഹത്തിന് കാണാമായിരുന്നു. അതാണ് ശാന്തിയുടെയും സമാധാനത്തിന്റെയും വിളക്കായി കടന്നു വരുന്ന മലക്കുകളെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിങ്ങളുടെ വീടുകളിൽ ശാന്തി വേണ്ടയോ? നിങ്ങളുടെ വീട്ടിൽ സമാധാനം വേണ്ടയോ സഹോദര? എന്നാൽ ഖുർആനോദനെ, ഖുർആനോദനെ. അല്ലയോ ബഹുമാനപ്പെട്ട ഉസൈദേ, നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നത് സക്കീനത്തിന്റെ മലക്കുകളാണ്. ശാന്തിയും സമാധാനവുമായിട്ടാണ് അവർ വന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കാസർഗോഡുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മുടെ വീടിനകത്തലങ്ങൾ സിനിമാ തിയേറ്ററുകൾ പിടിപ്പിക്കുന്ന തിരക്കുകളാണ്, ഹോം തിയേറ്ററുകൾ കൊണ്ടുവരുന്ന തിരക്കുകളാണ്. 4000, 5000, 10000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകളിൽ ഏകദേശം 800 സ്ക്വയർ ഫീറ്റോളം റൂമുകൾ സജ്ജീകരിക്കുന്നത് തന്നെ ഹോം തിയേറ്റർ വീട്ടിനുള്ളിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. മോശപ്പെട്ട സിനിമകൾ തന്നെ കുടുംബവുമായി ഒന്നിച്ചിരുന്ന് കാണാൻ വെമ്പൽ കൊള്ളുന്ന മക്കളായി ആധുനിക തലമുറ മാറുകയാണ്. DJ പാട്ടുകൾ ഇട്ടുകൊണ്ട് വീടിന്റെ അകത്തളങ്ങളിൽ ആനന്ദ നൃത്തമാടുകയാണ്. ഖുർആൻ കേൾക്കുന്ന വീടല്ല, ദിക്റുകൾ ചൊല്ലുന്ന വീടല്ല, സ്വലാത്തുകൾ അധികരിപ്പിക്കുന്ന വീടല്ല. മോശപ്പെട്ട തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോകുകയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇന്ന് വീടിന്റെ അകത്തളങ്ങളിലൊക്കെ ഏത് വീട്ടിലേക്ക് ചെന്നാലും അല്പം ഒച്ചത്തിലിടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സിനിമാ പാട്ടാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഖുർആനോത്തൊന്നും ഇല്ല. മുമ്പ് കാലങ്ങളിൽ നല്ല ഖുർആനോത്തുണ്ടായിരുന്നു, ദിക്റും സ്വലാത്തും ഉണ്ടായിരുന്നു. തഹ്ലീൽ ചൊല്ലും. മഗ്രിബിന് മുമ്പ് വാപ്പായും മക്കളും കുടുംബമൊക്കെ എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ആര് ചെല്ലുന്നു? ഒന്നും ഒരു ചെല്ലലില്ല. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്താ ഈ വിപത്തുകൾ വരികയാണ്? അം ഹസിബതും തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്രികും മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله متى نصر الله على إن نصر الله قريب
ഖരീബ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഈ ദുനിയാവിൽ കളിച്ചും രസിച്ചും രമിച്ചും കഴിയുന്ന തദ്ഖുലുൽ ജന്ന, വെറുതെ അല്ലാഹു സ്വർഗ്ഗം നിങ്ങൾക്ക് കരുതുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, കരുതല്ലേ, കരുതല്ലേ. വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുൽ ബഅസാഉ വല്ലറാ, നിങ്ങൾക്ക് മുമ്പ് മനോഹരമായ ജീവിതം നയിച്ചു പോയതായ എത്രയോ ആളുകളുണ്ട്, എത്രയോ സമ്പന്നരുണ്ട്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിപത്തുകൾ നൽകിയത് നിങ്ങൾക്കറിയില്ലയോ? വസുൽസിലോ, അവരെ അല്ലാഹു കിടിലം കൊള്ളിക്കുകയാണ്. അവർക്ക് അല്ലാഹു ഭൂമി കുലുക്കം നൽകുകയാണ്, ഭൂകമ്പം നൽകി അല്ലാഹു അവരെ പരീക്ഷിക്കുകയാണ്. ഹത്താ യഖൂല റസൂൽ വല്ലദീന ആമനൂ മഅ, അന്നുള്ളതായ സർവ്വ ആളുകളും അവരുടെ പ്രവാചകന്മാരോടൊപ്പം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, മതാ നസ്റുല്ലാഹ്, ഇനി എപ്പോഴാണ് പടച്ച റബ്ബിന്റെ സഹായം ലഭിക്കുക? ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് ഒന്ന് സംരക്ഷണം ഉണ്ടാകുമോ? ഉണ്ടാകുമോ? ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന അറിയിപ്പ് നൽകുകയാണ്. അവരുടെ പ്രവാചകന്മാർ മുഖേന ആ സമൂഹത്തെ ഉത്ബുദ്ധരാക്കുകയാണ്. അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, വിഷമിക്കണ്ട കേട്ടോ. ഒരു പ്രതിസന്ധിയും പ്രയാസവും കടന്നു വന്നാൽ അതിനോടൊപ്പം തന്നെ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവും, തീർച്ചയാണ്. തുർക്കിയിലെയും സിറിയയിലെയും പാവപ്പെട്ട ജനങ്ങളുടെ അവസ്ഥ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, നേർക്ക് നേരെ കണ്ടില്ലേ, കണ്ടില്ലേ? 17 ദിവസങ്ങൾ പിന്നിടുകയാണ്. എത്രയോ പ്രയാസങ്ങളാണ് അവർ സഹിച്ചിട്ടുള്ളത്. എത്രയെത്ര മക്കളാണ് യതീമീങ്ങളായി പോയത്. മാതാപിതാക്കളൊപ്പം മനോഹരമായ ജീവിതം നയിച്ചിരുന്ന, നല്ല സുഭിക്ഷമായി ആഹാരം കഴിച്ച് അമ്പരചുംബികളായ മണിമേടുകൾ, ഫ്ലാറ്റുകളിൽ, സൗധങ്ങളിൽ, 60ഉം 70ഉം നിലകളിലുള്ള ബിൽഡിങ്ങുകളിൽ മനോഹരമായി AC ഇട്ടുകൊണ്ടുറങ്ങിയവരല്ലേ? നേരം വെളുക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു ഭൂകമ്പത്തിലൂടെ അവരെ അല്ലാഹു ഇല്ലാതാക്കിയല്ലയോ? അഫഅമിന അഹ്ലുൽ ഖുർആൻ അയഅതിയഹും ബഅസുനാ ബയാതാ വഹും നായിമൂൻ അവ അമിന അഹ്ലുൽ ഖുർആൻ അയഅതിയഹും ബഅസുനാ ളുഹൻ വഹും യൽഅബൂൻ അഫഅമിനൂ മക്കറല്ലാഹ് അഫഅമിനൂ മക്കറല്ലാഹ് ഫലാ. മൊബൈൽ ഫോണിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന യുവതികളെ, യുവാക്കളെ, അല്ലാഹ് ചോദിക്കുകയാണ്, ചോദിക്കുകയാണ്, അഫഅമിന അഹ്ലുൽ ഖുർആൻ അയഅതിയഹും ബഅസുനാ ബയാതാ വഹും നായിമൂൻ. പാതിരാത്രി സമയത്ത് ലോകം മുഴുവനും ഉറങ്ങുന്ന സമയം, അശ്രദ്ധരായി നിലകൊള്ളുന്നതായ സമയം, അല്ലാഹുവിന്റെ വിപത്ത് വരുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഉറങ്ങുകയാണോ? ഉറങ്ങുകയാണോ? അവർ നിർഭയത്വത്തോടുകൂടി ഉറങ്ങുകയാണോ? ഉറങ്ങല്ലേ, ഉറങ്ങല്ലേ. ഉറങ്ങുന്ന സമയത്ത് വിപത്ത് കൊടുക്കുന്നവനാറൽ ഫസാദു ഫിൽ ബരി. രാത്രി വെക്കരുത്. പണ്ടത്തെ അലാറം സിസ്റ്റം തന്നെ കൊണ്ടുവരും. എഴുന്നേക്കാൻ പഴയ അലാറം വാങ്ങാൻ കിട്ടും. മൊബൈലിൽ അലാറം വെച്ചിട്ട് അടുത്ത് വെച്ച് ഉറങ്ങുന്ന ഒരു ശീലം ഇന്നത്തെ തലമുറയിലുണ്ട്. മാരകമായ രോഗങ്ങൾക്ക് കാരണമാണ്. അള്ളാഹു പരിപൂർണമായ ശിഫാ നൽകുമാറാവട്ടെ. ഒരുപാട് ക്യാൻസർ രോഗികളാണ് കാസർഗോഡ് ജില്ലയിൽ. എത്ര ആളുകളാണ്, സുബ്ഹാനല്ലാഹ്, പല വിധത്തിലുമുള്ള ക്യാൻസർ. അള്ളാഹു പരിപൂർണ ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. അതറിയണമെങ്കിൽ ക്യാൻസർ രോഗികളും കിഡ്നി രോഗികളുടെയും എണ്ണം വല്ലാതെ വർദ്ധിക്കുക. അറിയണമെങ്കിൽ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിന്നാൽ മതി. ഇഷ്ടം പോലെ കുടുംബങ്ങളാണ്. എങ്ങോട്ട് പോവാ? ലക്ഷോർ വരെ പോവാൻ. എവിടെ ലക്ഷോർ? എറണാകുളം. ഇല്ലെങ്കിൽ ആസ്തറിൽ പോവാണ്, എറണാകുളത്തേക്ക്.
ഇല്ലെങ്കിൽ മംഗലാപുരത്ത് പോകാൻ. അപ്പുറം നിപ്പുണ്ട് ഇപ്പുറം നിപ്പുണ്ട്, രണ്ട് സൈഡിലും ആളുണ്ട്, എല്ലാം ഹോസ്പിറ്റലാണ്, വേറെ ഒന്നുമില്ല. അതാണ് അവസ്ഥ. എല്ലാവരും നിത്യരോഗികളായി മാറി. അള്ളാഹു പരിപൂർണ്ണ ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല ഭക്ഷണം കഴിക്കും, നല്ലതുപോലെ വെള്ളവും കുടിക്കും. വെള്ളം കുടിക്കുന്നവരൊക്കെ വളരെ കുറവാണ്. 20 കിലോ ഭാരമുള്ളവൻ, വെയിറ്റുള്ളവൻ 1 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം. 40 ഉള്ളവൻ 2 ലിറ്റർ, 60 ഉള്ളവൻ 3 ലിറ്റർ, 80 കിലോ ഉള്ളവൻ എത്ര കുടിക്കണം? 4 ലിറ്റർ വെള്ളം. ആരാ കുടിക്കുന്നത്? ഒരു ഗ്ലാസ് പോലും തികച്ചു കുടിക്കാത്ത ആളുകളുണ്ട്. പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകളൊക്കെ ശ്രദ്ധിക്കും. അള്ളാഹു നമുക്ക് ആരോഗ്യം ശ്രദ്ധിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആരോഗ്യമില്ല, എല്ലാം പോയി. സ്കരിക്കാനും താക്കത്തുണ്ടാവൂല, ഖുർആൻ ഓതാനും ആരോഗ്യമില്ല, എപ്പോഴും ക്ഷീണാൻ, എപ്പോഴും കടന്നാൽ മതി. ഒരു കിടക്ക 80 ലിറ്റർ ശരീരഭാരമുള്ള 80 കിലോ ഉള്ള ഒരു വ്യക്തി 4 ലിറ്റർ വെള്ളം കുടിച്ചില്ല. അങ്ങനെ നിങ്ങൾ കുടിച്ചു നോക്കിയാൽ നല്ല റാഹത്തുണ്ടാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വെള്ളം കുടിച്ചാൽ വയറ് വീർക്കൊന്നും ഒരിക്കലും ഇല്ല, അതൊക്കെ വെറുതെ തോന്നലാണ്. ഇപ്പൊ കുടിക്കാൻ ഇഷ്ടം പോലെ വെള്ളം ഉണ്ട്, അതുകൊണ്ട് കുടിക്കും. നമ്മുടെ ആരോഗ്യം നമ്മൾ നിലനിർത്തണ്ടേ? നബി തങ്ങളോട് ചോദിച്ചല്ലോ, ഈ ലോകത്തെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ദുആ ഏതാണ്? നബി തങ്ങൾ കൊടുത്ത മറുപടി, സലിൽ അഫ്വ വൽ ആഫിയ, നിന്റെ ശരീരത്തിന്റെ സുഖവും സൗഖ്യവും ചോദിക്കണേ. നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ആരും ചോദിക്കാത്തതും അത് തന്നെയാണ്. ഇന്ന് വരെ ദുആ ഇരുന്നിട്ട്, അള്ളാഹു എനിക്ക് നല്ല ആരോഗ്യം തരണേ അള്ളാഹുവേ, ശരീരത്തിന് സിഹത്ത് തരണേ അള്ളാഹുവേ. നമ്മൾ നമ്മുടെ കാര്യം ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ വാപ്പാക്ക് ആരോഗ്യത്തിന് തേടും, തേടണ്ടെന്നല്ല, മറ്റുള്ളവർക്ക് വേണ്ടി തേടും. മക്കളുടെ കാര്യം, ഇല്ലെങ്കിൽ കുടുംബത്തിൽ രോഗികളായി കിടക്കുന്നവരുടെ കാര്യം തേടും. അവനവന്റെ സ്വന്തം ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ഇന്ന് വരെ അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ല. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ പലരും ആ വിഷയത്തിൽ അശ്രദ്ധരാണ്. നമ്മൾ ചോദിക്കണം. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനമാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത വൽ മുആഫാത ദായിമത ഫിദ്ദീനി വദ്ദുനിയാ വൽ ആഖിറ. അല്ലാഹുവേ, ഭൗതികമാകുന്ന ലോകത്തും പരലോകത്തും എനിക്ക് ശരീരത്തിന് സിഹത്തും ആഫിയത്തും നൽകണേ അല്ലാഹ്.